നേതൃത്വം നൽകാനുള്ള ശക്തിയും തൗഫീഖും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. കുറച്ച് വിഷമാണ് എന്ന കാര്യം അറിയാമല്ലോ. എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ എല്ലാവരുടെയും ദുആ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കുട്ടികളുമൊക്കെ ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മൊബൈലിൽ എല്ലാ ബാങ്കിന്റെ സമയത്തും ബാങ്ക് കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് ഫോണിൽ ഓൺ ചെയ്തു വെക്കാൻ പറ്റുമോ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അതുകൊണ്ട് ഹറാമോ കറാഹത്തൊന്നുമില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ ഉത്തരം നൽകൽ സുന്നത്തില്ല കേട്ടോ. ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് പറയുന്നത് പോലെ പറയൽ സുന്നത്താണല്ലോ. അതിന് ഉത്തരം നൽകൽ സുന്നത്താണ്. പക്ഷെ അതിന് ഉത്തരം നൽകൽ സുന്നത്തില്ല. ഉത്തരം നൽകൽ സുന്നത്താവണമെങ്കിൽ മഖ്സൂദായ ബാങ്ക് ആയിരിക്കണം. ആ സമയത്ത് ബാങ്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയുള്ള ബാങ്ക് കൊടുക്കലുണ്ടല്ലോ, അതിനെ ഉത്തരം നൽകൽ സുന്നത്തുള്ളൂ. അതേസമയത്ത് ഒരാള് ബാങ്ക് എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു, പിന്നീട് അത് പ്ലേ ചെയ്യാണ്, എന്നാൽ അതിന് ഉത്തരം നൽകൽ സുന്നത്തില്ല. അത് ബാങ്കിന്റെ മാത്രം വിഷയമല്ല. അതിപ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഖുർആൻ പ്ലേ ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു, അതിൽ തിലാവത്തിന്റെ സുജൂദിന്റെ സുന്നത്തുള്ള ആയത്തുകളൊക്കെ കേൾക്കുമല്ലോ. അപ്പൊ സുജൂ ചെയ്യൽ സുന്നത്തുണ്ടോ? ഇല്ല. അതൊക്കെ മഖ്സൂദായ ഓത്ത് കേൾക്കുമ്പോഴേ, അത് മഖ്സൂദായ അത് കേൾക്കുമ്പോഴേ തിലാവത്തിന്റെ സുജൂ സുന്നത്തുള്ളൂ. ഇതല്ല, അത് മഖ്സൂദല്ല. ഇത് മഖ്സൂദായി പണ്ട് ഓതിയതാണ്. പക്ഷെ പിന്നീട് അത് പ്ലേ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത് പിന്നെ പ്ലേ ചെയ്യാണ്. അപ്പൊ അതിന് അത് സുന്നത്തില്ല. അതുപോലെ നമ്മൾ റെക്കോർഡ് പ്ലേ ചെയ്യുമ്പോൾ കേൾക്കുന്ന ദുആ ഒക്കെ ഉണ്ടാവും അല്ലെ, അതിനൊന്നും ആമീൻ പറയലൊന്നും സുന്നത്തില്ല. അപ്പൊ ലൈവായ ദുആ, ബാങ്ക്, ഇതിനാണ് ആമീൻ ചെല്ലൽ സുന്നത്തും ഉത്തരം നൽകൽ സുന്നത്തൊക്കെ ഉള്ളത്. ഏതായാലും ഇങ്ങനെ അതിൽ സോഫ്റ്റ്വെയർ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ ചില ആളുകൾ 2 തള്ളവിരലിൽ ഊതുകയും കണ്ണിൽ തടവുകയും ചെയ്യുന്നത് കാണുന്നു. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? അതിന്റെ അടിസ്ഥാനം ഇപ്പൊ നമുക്കിപ്പോ ബുഖാരി മുസ്ലിം ഒന്നും വേണമെന്നില്ലല്ലോ അല്ലേ. യാനത്തിലുണ്ട് ആ വിഷയം. യാനത്തിലുണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മുഅദ്ദിൻ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾ എന്ത് പറയാ? മർഹബൻ ബിഹബീബി, മർഹബൻ ബിഹബീബി വഖുറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാ. മർഹബൻ ബിഹബീബി വഖുറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് 2 പെരുവിരലിന്റെ മേലെ ഊതുക. എന്നിട്ട് ആ 2 പെരുവിരലിനെയും 2 കണ്ണിന്മേൽ തടവുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ അയാൾക്ക് കുരുട് ബാധിക്കുകയോ ചെങ്കണ്ണ് ബാധിക്കുകയോ ഒന്നും ഇല്ല എന്ന് യാനത്തിൽ കാണാം. അതാണ് എന്റെ അടിസ്ഥാനം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാനീ പറഞ്ഞ കേൾക്കുന്നവർ 10 ആളുണ്ട് ഇവിടെ. കുറച്ച് ആൾക്കാരെ കണ്ട അത് ഞാൻ ഇവിടെ ഒറ്റങ്ങി ഇരുന്ന് പറയാ. കുറച്ച് കണ്ടില്ലേ? എന്നായിക്കോട്ടെ. അപ്പൊ ഉണ്ട് ആളെ കണ്ട്. ധാരാളം ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലേ, ചിലപ്പോ മറ്റൊരു ചോദ്യം, ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ മറവ് ചെയ്ത അതേ ഖബറിൽ തന്നെ തന്നെയും മറവ് ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു. അങ്ങനെ വസിയത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ആ ഖബറിൽ നിന്നും എല്ലുകൾ കിട്ടിയാൽ അതും ഈ മയ്യിത്തിന്റെ കൂടെ മറവ് ചെയ്യണോ? അതാണ് ഇപ്പൊ ചോദ്യം. ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു? തന്റെ ഭർത്താവിന്റെ കൂടെ ഭർത്താവിനെ മറവ് ചെയ്ത ഖബറിൽ തന്നെയും മറവ് ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തു. എന്നാൽ അങ്ങനെ വസിയത്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ്. മറ്റൊന്ന്, പിന്നെ അങ്ങനെ വസിയത്ത് ചെയ്താൽ ആ ഖബറിൻ ഭർത്താവിന്റെ എല്ലും മറ്റ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെക്കണോ, എന്താണ് എന്നാണ് വിഷയം. ഇൻഷാ അല്ലാഹ് നോക്കുക. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഒരു ഖബറിൽ 2 ആളെ മറവ് ചെയ്യാൻ പാടില്ല. ഒരു ഖബറിൽ 2 ആളെ മറവ് ചെയ്യാൻ പാടില്ല. അത് അന്യ പുരുഷനും അന്യ സ്ത്രീയും ആണെങ്കിൽ അങ്ങനെ ഒരു ഖബറിൽ 2 ആളെ മറവ് ചെയ്യൽ ഹറാമാണ്. മനസ്സിലാക്കണം. അന്യ പുരുഷനും അന്യ സ്ത്രീയുമാണ് എങ്കിൽ ഒരു ഖബറിൽ അങ്ങനെ ഒരു അന്യ പുരുഷനെയും അന്യ സ്ത്രീയെയും മറവ് ചെയ്യൽ ഹറാമാണ്.
ഇനി അതല്ല, അന്യപുരുഷനും അന്യ സ്ത്രീയൊന്നല്ല, സഹോദരൻ സഹോദരിയാണ്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമാണ്, അതല്ലെങ്കിൽ ഉമ്മയും മകനുമാണ്, അല്ലെങ്കിൽ ഉപ്പയും മകളുമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലോ എന്നാൽ അത് ഹറാമില്ല, എന്നാലും കറാഹത്താണ്. അപ്പോൾ അന്യ സ്ത്രീ പുരുഷന്മാരാണ് എങ്കിൽ ഒരു ഖബറിൽ ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും മറവ് ചെയ്യൽ ഹറാമാകുന്നു. അതല്ല, ഇനി അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്, അല്ലെങ്കിൽ തൊട്ടാൽ ഒതു മുറിയാത്തവരാണ്, എന്നാലും ഒരു ഖബറിൽ രണ്ടാളെ മറവ് ചെയ്യൽ ഹറാമില്ല എങ്കിലും കറാഹത്താണ്. മനസ്സിലായല്ലോ അല്ലെ? വലാ യുദ്ഫനു ഇസ്നാനി ഫീ ഖബ്രിൻ ഐ ലഹദിൻ ഔ ശഖ്ഖിൻ വാഹിദിൻ. ഒരു ഖബറിൽ രണ്ടുപേരെ മറവ് ചെയ്യപ്പെടുകയില്ല. മിൻ ഗൈരി ഹാജിസിൻ, മറയില്ലാതെ, രണ്ടാളും കൂടി ഇടയിൽ വേറെ മറയില്ലാതെ അങ്ങനെ മറവ് ചെയ്യാൻ പാടില്ല. ഫയുക്റഹു, അപ്പോൾ അങ്ങനെ മറവ് ചെയ്യൽ കറാഹത്താക്കപ്പെടും. ഇനി തഹദാ നൗഅൻ, രണ്ടും ഒരേ നൗആണ് എങ്കിൽ, രണ്ടും പുരുഷന്മാരാണ്, രണ്ടും പുരുഷന്മാരാണ് നിൽക്കുക, ഒരാളെന്ത് രണ്ടു പുരുഷവർഗത്തിൽപ്പെട്ടാണ്, രണ്ടാളും സ്ത്രീകളാണ്, എന്നാൽ തന്നെ അത് കറാഹത്താണ്. അതല്ലെങ്കിലോ അവിഖ്തലഫ, അല്ലെങ്കിൽ ഒരാള് ഒന്ന് ആണും പെണ്ണുമാണ്, പക്ഷെ ഇതാക്കാന ബൈനഹുമ മഹറമിയത്തുൻ ഔ സൗജിയത്തുൻ ഔ സയ്യിദിയത്തുൻ ഒക്കെ പക്ഷെ ഒരാള് ആണാണ് ഒരാൾ പെണ്ണാണ്, പക്ഷെ അവരുടെ ഇടയിൽ മഹറമിയത്തുണ്ട്, തൊട്ടാ ഒതുമുറിയാത്ത ബന്ധമുണ്ട്. എന്നാൽ പിന്നെ എന്താണ് പിന്നെ പറയും. പിന്നെ അതിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്, അല്ലെങ്കിൽ അടിമയും പിന്നെ സയ്യിദും അടിമ സ്ത്രീയുമാണ്, അല്ലെങ്കിൽ സയ്യിദത്തും അടിമയുമാണ്. ഇങ്ങനെ കണ്ടു നിൽക്കുക. അങ്ങനല്ലട്ടാ, അടിമയും സയ്യിദും അടിമ സ്ത്രീയുമാണ്, അങ്ങനെ അതേ പറ്റുള്ളൂ. ഇങ്ങനെ മറവ് ചെയ്യുകയാണെങ്കിലോ എന്നാലും കറാഹത്താണ്. അപ്പോ നൗഅ് ഒന്നാണ് നിൽക്കുക, രണ്ടും പുരുഷന്മാരാണ് അല്ലെങ്കിൽ രണ്ടും സ്ത്രീയാണ്, എന്നാൽ കറാഹത്താണ്. അതല്ലെങ്കിൽ ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനുമാണ്, പക്ഷെ അവരുടെ ഇടയിൽ തൊട്ടാൽ ഒന്നും മുറിയില്ല, അങ്ങനത്തെ ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്, അങ്ങനത്തെ ബന്ധമുണ്ട്, എന്നാലും ഹറാമില്ല, കറാഹത്താകുന്നു. അതേ സമയത്ത് ഇല്ല, ഇനി ഇങ്ങനെയല്ലെങ്കിൽ, ഇങ്ങനെ തൊട്ടാൽ ഒന്നും മുറിയാത്ത ബന്ധമോ, അതിൽ ഭാര്യ ഭർത്തൃ ബന്ധമോ, അല്ലെങ്കിൽ സയ്യിദ് അടിമസ്ത്രീ ബന്ധമോ ഒന്നുമില്ല, എന്നാൽ ഹറുമ, അത് ഹറാമും ആണ്. ഒരു ഖബറിൽ രണ്ടാളെ മറവ് ചെയ്യൽ ഹറാമുമാണ്. മനസ്സിലായല്ലോ? വയഹറുമു അയ്ളൻ, വീണ്ടും ഹറാമാകും ഇദ്ഖാലു മയ്യിത്തിൻ അലാ ആഖറ, ഒരു മയ്യിത്തിനെ ആദ്യം ഇത് ഈ നേരത്തെ പറഞ്ഞത് കണ്ടോ, ഒരേ സമയത്ത് മറവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഒരേ സമയത്ത് ഒരു ഖബറിനെ കളിച്ചിട്ടുണ്ട്, ആ ഖബറിൽ ഒന്നിച്ചെന്ത് ചെയ്യാം, ഒരു ആണിനെയും പെണ്ണിനെയും മറവ് ചെയ്യുക, അതിനെ കുറിച്ചപ്പോ ഈ പറഞ്ഞത്. ഇനി അതല്ല, ഇനി വേറെയാണ്. ഇനി അവിടെ ഈ ഖബറിൽ ആദ്യം ഒരാളെ മറവ് ചെയ്തിട്ടുണ്ട്, പിന്നീട് എന്ത് ചെയ്യുക, അതിൽ വേറെ ആളെ മറവ് ചെയ്യാണ്. എന്നാലോ യഹ്റുമു അയ്ളൻ, വീണ്ടും ഹറാമാകും ഇദ്ഖാലു മയ്യിത്തിൻ, ഒരു മയ്യിത്തിനെ പ്രവേശിപ്പിക്കൽ അല ആഖറ, അതിൽ വേറൊരു മയ്യിത്ത് ഉള്ളതിനോട് കൂടെ. വഇൻ ഇത്തഹദ, അതിന് രണ്ടാളും ഒരേ നൗഇൽപ്പെട്ടവരാണെങ്കിലും ശരി, രണ്ടും ആണാണ് അല്ലെങ്കിൽ രണ്ടും പെണ്ണാണ്, എന്നാലും ശരി, ഒരു മയ്യിത്ത് ഒരു ഖബറിൽ ഉള്ളതിനോട് കൂടി അതിൽ വേറൊരു മയ്യിത്തിനെ പ്രവേശിപ്പിക്കൽ ഹറാമാകും. എപ്പോ ഖബല ബിലാ ജമീഇഹി, ആദ്യം ഉള്ള ആ മയ്യിത്ത് പൂർണ്ണമായി നശിക്കുന്നതിന് മുമ്പ് മറവ് ചെയ്യൽ ഹറാമാകും. അപ്പൊ അത്രയും ഹറാമാവുള്ളൂ. എങ്ങനെ? ആദ്യം ഒരു ഖബറിൽ ഒരു മയ്യിത്തുണ്ട്, ആ മയ്യിത്ത് പൂർണ്ണമായും നശിക്കുന്നതിന്റെ മുമ്പായിട്ട് മറവ് ചെയ്യൽ, വേറെ അത് മാറ്റിട്ട് വേറെ ആളെ മറവ് ചെയ്യുക, അത് ഹറാമാണ്. അത് പൂർണ്ണമായും എന്തെങ്കിലും കുട്ടികളാണും പെണ്ണൊന്നല്ലേ, ഈ എന്തെങ്കിലും പിന്നെ പറഞ്ഞു കുട്ടികളെ ചോദിക്കണത്, അതാണും പെണ്ണൊന്നല്ലേ. ഇവിടെ ആണിന്റെ പെണ്ണിന്റെ വിധി ആദ്യം പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ, കുട്ടി ഒന്നെങ്കിൽ ആണായിരിക്കും ഒന്നെങ്കിൽ പെണ്ണായിരിക്കും. അപ്പൊ ആ വിഷയമായിട്ട് പറഞ്ഞല്ലോ. അപ്പോ ഈ പറയുമ്പോഴേ കുറെയൊക്കെ ശ്രദ്ധിക്കുക, എന്നിട്ട് പിന്നെ അതിനനുസരിച്ചുള്ള ആളെ ടെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പോ വേറെന്താ പറഞ്ഞത്? വയഹ്റുമു അയ്ളൻ ഇദ്ഖാലു മയ്യിത്തിൻ അലാ ആഖറ വഇൻ ഇത്തഹദ ഖബല ബിലാ ജമീഇഹി, പൂർണ്ണമായും മയ്യിത്ത് ആദ്യമുള്ള ഖബറിൽ ആദ്യമുള്ള മയ്യിത്ത് പൂർണ്ണമായി നശിക്കുന്നതിന് മുമ്പ് ആ ഖബറിൽ മറ്റൊരു മയ്യിത്ത് മറവ് ചെയ്യൽ ഹറാമാകും. അതെ,
ഞാൻ പൂർണ്ണമായി നശിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ മാന്തി വെക്കണം? അത് മാന്തി വെക്കൊന്നും വേണ്ട. യുർജഅ ഫീഹി, ആ വിഷയത്തിൽ മടക്കപ്പെടും. ഈ അഹ്ലിൽ ഖിബ്റത്തി ബിൽ അർളി, ആ ഭൂമിയുടെ സ്വഭാവം അറിയുന്ന പരിജ്ഞാനികളായ ആളുകൾ ഉണ്ടാവും. അവരുടെ അറിവാണ് അതിൽ പരിഗണിക്കേണ്ടത്. ഓരോ രാജ്യം ഉണ്ടാവുമല്ലോ, ആ രാജ്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് ആ രാജ്യത്തെ ഖബറിൽ മയ്യിത്ത് വെച്ചാൽ എത്ര കാലം കഴിഞ്ഞാലാണ് അത് പൂർണ്ണമായും നശിച്ച് ഇല്ലാതെയാവുക എന്നറിയുന്ന ആളുകൾ ഉണ്ടാവും. ആ ആളുകളുടെ വാക്കാണ് ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത്. അത് പൂർണ്ണമായി അറിയുന്ന ആള് പറഞ്ഞത് ഇപ്പൊ നശിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു, എന്നാ മാന്ത അതിൽ വേറെ മറവ് ചെയ്യാം. പിന്നെ ഇല്ലാല് വെറുത്തി ഈ എന്തെല്ലാം പറഞ്ഞില്ലേ, ഇവിടെ എന്തെല്ലാം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ഒരേ സമയത്ത് ഒരു ഖബറിൽ 2 പേരെ മറവ് ചെയ്യാൻ പാടില്ല, അത് പറഞ്ഞു അല്ലേ? ഒരേ സമയത്ത് ഒരു ഖബറിൽ കളച്ചിട്ട് അതിൽ ഒന്നിച്ചെന്ത് ചെയ്യാ, രണ്ടാളെ മറവ് ചെയ്യാൻ അത് പാടില്ല. അത് രണ്ടും ഒരേ ജിൻസിൽപ്പെട്ടതാണ്. ഒന്നുകിൽ 2 സ്ത്രീയാണ് അല്ലെങ്കിൽ 2 പുരുഷനാണ്, എന്നാൽ അത് ഹറാമില്ല, കറാഹത്താണ്. അതല്ലെങ്കിൽ ഒന്നാണും പെണ്ണുമാണ്, പക്ഷെ അവരുടെ ഇടയിൽ തൊട്ടാൽ ഒതുമുറിയാത്ത ബന്ധമുണ്ട്, എന്നാൽ ഹറാമില്ല, കറാഹത്താണ്. അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്, അപ്പോൾ കറാഹത്താണ്, ഹറാമില്ല. അല്ലെങ്കിൽ സയ്യിദും അടിമ സ്ത്രീയുമാണ്, അപ്പോഴും ഹറാമില്ല, കറാഹത്താണ്. നേരെ മറിച്ച് അവരുടെ ഇടയിൽ തൊട്ടാൽ ഒതുമുറിയാത്ത ബന്ധം ഇല്ല, അവർ പരസ്പരം തൊട്ടാൽ ഒതുമുറിയുന്നവരാണ്, ഭാര്യ ഭർത്താക്കന്മാരോ മറ്റൊന്നും അല്ല, അന്യ സ്ത്രീയും അന്യ പുരുഷനുമാണ്. എന്നാൽ അവരെ മറവ് ഒരേ സമയത്ത് ഒരു ഖബറിൽ മറവ് ചെയ്യൽ ഹറാമുമാകുന്നു, അത് പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ മസലയും കൂടി പറഞ്ഞു. എന്താ മസല? ആദ്യം ഒരു ഖബറിൽ ഒരു മയ്യിത്തുണ്ട്, എന്നിട്ട് ആ മയ്യിത്ത് ആ ഖബർ മാന്തിക്കൊണ്ട് അതിൽ വേറെ മറവ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? അത് ആ മയ്യിത്ത് പൂർണ്ണമായും നശിച്ചിരിക്കുന്നു, എന്നാൽ അത് മാന്തിക്കൊണ്ട് അതിൽ വേറെ ആളെ മറവ് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല, ജായിസാണ്. നേരെ മറിച്ച് പൂർണ്ണമായി നശിച്ചിട്ടില്ല എന്നാലോ അപ്പോൾ മാന്തല് ഹറാമുമാണ് എന്നും പറഞ്ഞു. അത് പൂർണ്ണമായി നശിച്ചിരിക്കുന്നോ ഇല്ല എന്ന് എങ്ങനെ അറിയാം? അത് ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ ഉണ്ടാവും. ആ രാജ്യത്ത് പല രാജ്യത്തും പല മാതിരിയായിരിക്കും. നല്ല ചൂടുള്ള രാജ്യമൊക്കെ ആവുമ്പോൾ അവിടെ വേഗം നശിക്കും. അതേസമയത്ത് അങ്ങനത്തെ രാജ്യം അല്ലെങ്കിൽ അത്ര വേഗം നശിക്കൂല. അപ്പൊ ആ രാജ്യത്തെ ഖബറുകളിൽ ഒരു മയ്യിത്ത് പൂർണ്ണമായി നശിക്കാൻ എത്ര കാലതാമസം വരും എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ ഉണ്ടാവും. അവരുടെ വാക്കാണ് ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത്. അപ്പൊ അവർ പറഞ്ഞു ഇപ്പൊ പൂർണ്ണമായി നശിച്ചിട്ടുണ്ടാവും, അപ്പോൾ മാന്താം അനുവദനീയമാണ്. അവർ പറഞ്ഞു ഇപ്പൊ നശിച്ചിട്ടുണ്ടാവൂല, അപ്പൊ മാന്തല ഹറാമുമാണ്. ഈ പറഞ്ഞതൊക്കെ എന്താണെന്ന് വെച്ചാ ഇല്ലാലി വെറൂറത്തിനൊഴികെ സമയം ആയാൽ ഒഴികെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനത്തെ ഒരു ഘട്ടമാണ്. എന്നാലോ ഈ പറഞ്ഞ നിയമമൊന്നും ബാധകമല്ല. ഉദാഹരണം പറയാൻ കുറെ ആളുകൾ മരിച്ചു. ഓരോരുത്തർക്കും വേറെ വേറെ ഖബർ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓരോരുത്തർക്കും വേറെ വേറെ ഖബർ ഉണ്ടാക്കുമ്പോഴേക്കും ഈ മയ്യിത്തുകൾ ചീറ്റി നശിക്കാൻ തുടങ്ങും. എന്നാലോ അപ്പൊ ലറൂറത്ത് അങ്ങനത്തെ സമയത്ത് ഒരു ഖബറിൽ 2 മയ്യിത്ത് മറവ് ചെയ്യൽ ഹറാമില്ല. അത് അന്യ സ്ത്രീ പുരുഷന്മാരാണ് ഹറാമെന്ന് പറഞ്ഞല്ലോ, ആ ഹറാമുമില്ല. അന്യപുരുഷന്മാരല്ല മഹറമിയത്തുണ്ട് എന്ന കറാഹത്തെന്ന് പറയും, ആ കറാഹത്തും ഇല്ല. ഏത് ഈ ലറൂറത്തിന്റെ സമയത്ത്. അങ്ങനെ അതെങ്ങനെയാ ലറൂറത്ത്? അങ്ങനെ ബിഅൻ കസ്റൽ മൗത, മരിച്ച ആളുകൾക്ക് അധികരിക്കൽ കൊണ്ട് ഇഫ്രാദ് കുല്ലി മയ്യിത്തിൻ ബി ഖബരിൻ. അതല്ലെങ്കിൽ ഓരോരുത്തർക്കും വേറെ വേറെ ഖബറുണ്ടാക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതല്ലെങ്കിലോ ഔ ലം യൂജദ് ഇല്ലാ കഫനും വാഹിദുൻ, എല്ലാവർക്കും കൂടി വേറെ വേറെ കഫംപട കിട്ടിയില്ല. കഫംപട തയ്യണമെങ്കിൽ ഒരു കഫംപടയിൽ ഒന്നിലധികം ആളുകളെ പിന്നെ കഫൻ ചെയ്യണം, എന്നാലേ തയ്യുള്ളൂ. ഇങ്ങനത്തെ സമയമൊക്കെ ഉണ്ടായി നിൽക്കുക. എന്നാലൊക്കെ ഈ ഒരേ ഖബറിൽ ഒന്നിലധികം ആളുകളെ മറവ് ചെയ്യാം. അത് കറാഹത്തോ ഹറാമോ ഇല്ല. അത് ലറൂറത്താണ്. ലറൂറത്തിന്റെ സമയത്ത് മസല വേറെയുള്ളോ. അതല്ല അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന റസൂൽ ആയിരുന്നു യജ്മഉ ബൈന റജുലൈനി മിൻ ഖത്ല ഉഹുദിൻ ഫീ സൗബിൻ. ഉഹുദ് യുദ്ധത്തിൽ കുറെ ആളുകൾ ഷഹീദായല്ലോ. ഉഹുദ് യുദ്ധത്തിൽ കുറെ ആളുകൾ ഷഹീദായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഖബറിൽ തന്നെ ഒന്നിലധികം ആളുകളെ മറവ് ചെയ്തിട്ടുണ്ട്. 2 ആളുകളെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. ഒരു ഖബറിൽ 2 ആളെ വീതം മറവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ആരെയാണ്, എന്താണ് ദീനിലെ, എന്താണ് നമ്മുടെ ഈ ഇസ്ലാം ദീനുണ്ടല്ലോ, എന്താണ് സുന്ദരം. അങ്ങനത്തെ ലറൂറത്തിന്റെ സമയത്ത് അങ്ങനെ മറവ് ചെയ്യുകയാണെങ്കിൽ ആരെയാണ് മുമ്പിൽ വെക്കേണ്ടത് എന്ന്, ഖിബലിന്റെ ഭാഗത്തേക്ക് മുന്തിച്ചുകൊണ്ട് ആരെയാണ് വെക്കേണ്ടത്, അതും കൂടി പറഞ്ഞിട്ടുണ്ട്. യുഖദ്ദമു അഖറഉഹുമാ,
അവരിൽ നിന്ന് ഖുർആൻ ഏറ്റവും ഓതാൻ അറിയുന്ന ആളെയാണ് മുമ്പിൽ വെക്കേണ്ടത്. അതിന്റെ പിന്നിൽ അത്ര അറിയാത്ത ആളെ ആ രീതിയിലാണ് പിന്നെ മറവ് ചെയ്യേണ്ടത്. അവിടെ വയുജഅലു ബൈനഹുമാ ഹാജിസു തുറാബിൻ, അങ്ങനൊക്കെ മറവ് ചെയ്യുകയാണെങ്കിലും ഒരു ഖബർ രണ്ടാളെ മറവ് ചെയ്യുകയാണെങ്കിലും രണ്ടാളും കൂടി ഇടയിൽ എന്ത് ചെയ്യണം, മണ്ണ് കൊണ്ട് ഒരു മറ ഉണ്ടാക്കണം. രണ്ടാളും കൂടി ഇടയിൽ കുറച്ച് മണ്ണിടുക, എന്നിട്ട് ഒരു ചെറിയൊരു മറ ഉണ്ടാക്കണം. അത് ആ മറ ഉണ്ടാക്കൽ നിർബന്ധമൊന്നുമല്ല കേട്ടോ. ആ മറ ഉണ്ടാക്കല് വഹാദൽ അജ്സു മന്ദൂബുൻ, ഇങ്ങനെ മറ ഉണ്ടാക്കൽ നിർബന്ധമല്ല, സുന്നത്താണ്. ഈ മസലൊക്കെ മനസ്സിലായല്ലോ പോലെ. പിന്നെ ഇവിടെ ഇപ്പോ ഈ വെറൂറത്തിന് സമയത്ത് വൈൻ ഇഖ്തലഫൽ ജിൻസ് വ്യത്യസ്തമായി നിൽക്കുക. എന്നാലും ശരി, എന്നുവെച്ചാൽ ഒന്ന് ആണാണ് ഒന്ന് പെണ്ണാണ്, ഒന്ന് രണ്ടും അന്യവരാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും ശരി, ഈ വെറൂറത്തുള്ള സമയത്ത് ഇതൊക്കെ ജായിസാണ്. പിന്നെ വേറൊന്ന് ഫർഉൻ ലാ യജൂസു നബ്ശുൽ ഖബ്രി, ഇത് പറയട്ടെ, ഖബർ മാന്തൽ ജായിസാവുകയില്ല ഇല്ലാ ഫി മവാളിഅ, ചില സന്ദർഭങ്ങളിൽ ഒഴികെ. ചില സന്ദർഭങ്ങളിൽ ഖബർ മാന്തൽ ജായിസാകും. അതേതാണ്? അൻ യബ്ലൽ മയ്യിത്തു വയസീറ തുറാബൻ, മയ്യിത്ത് പൂർണ്ണമായി നശിച്ചു, എന്നിട്ട് ആ മയ്യിത്ത് എന്തായി മാറിയിട്ടുണ്ട്? മണ്ണായി മാറിയിട്ടുണ്ട്. മയ്യിത്ത് പൂർണ്ണമായും നശിച്ചു, എന്നിട്ട് പിന്നെ ആ മയ്യിത്ത് എന്തായിട്ടുണ്ട്? മണ്ണായി മാറിയിട്ടുണ്ട്. അങ്ങനെ മണ്ണായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ ഖബർ മാന്തൽ ജായിസാകും. ഫയജൂസു നബ്ശുഹു, അപ്പോൾ ആ ഖബർ മാന്തൽ ജായിസാകും. വദഫ്നു ഗൈരിഹി, എന്ന് വേറെ ആൾ അവിടെ മറവ് ചെയ്യലും ജായിസാകും. പിന്നെ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ റൗള വഫീ സിയാദാത്തിൽ അബ്ബാദി ലൗ ഔസ, ഇനി നോക്കിക്കോളി. ഒരാൾ വസിയ്യത്ത് ചെയ്തു ബി അൻ യുദ്ഫന ഫീ ബൈതിഹി, എന്നെ എന്റെ വീട്ടിൽ മറവ് ചെയ്യണം ഒരാൾ വസിയ്യത്ത് ചെയ്തു. എന്നെ എന്റെ വീട്ടിൽ മറവ് ചെയ്യണം എന്ന് ഒരാൾ വസിയ്യത്ത് ചെയ്തു. എന്നാലോ ആ വസിയ്യത്ത് നടപ്പിലാക്കണോ വേണ്ടെന്നാ അവിടെ നോക്കണം, അവിടെ ശ്രദ്ധിക്കണം. എന്നാൽ ബത്തലത്തിൽ വസിയ്യത്തു, ഇത് കേട്ടിട്ട് ഇസ്ലാമിക പാടെ തുള്ളണ്ടട്ടാ, ഞാൻ ബാക്കിയുള്ള പറഞ്ഞുകൊണ്ട് കേൾക്കണം. വേഗം പറഞ്ഞ വണ്ടി പോയത് അറിയാം. ഇവിടെ മുഴുവൻ പറഞ്ഞതിന്റെ മുമ്പായിട്ടേ നമ്മുടെ ഇസ്ലാമിക്ക് പിയം ചെയ്തിട്ടുണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലൗ ഔസ, അപ്പൊ എന്താണ്? ഒരാൾ വസിയ്യത്ത് ചെയ്തു ബി അൻ യുദ്ഫന, അവരെ മറവ് ചെയ്യപ്പെടണം എന്ന്, ഫീ ബൈതി, അവന്റെ വീട്ടിൽ, ഞാൻ മരിച്ചാൽ എന്റെ വീട്ടിൽ എന്നെ മറവ് ചെയ്യണം എന്നൊരാൾ വസിയ്യത്ത് ചെയ്തു നിൽക്കുക. എന്നാൽ ബത്തലത്തിൽ വസിയ്യത്തു, എന്നാൽ ആ വസിയ്യത്ത് ബാത്തിലായി. എന്താണ് കാരണം? എന്താ അത്? വലഅല്ലഹു ബനാഹു അല അന്ന ദഫ്ന ഫിൽ ബൈതി മക്റൂഹുൻ, വീട്ടിൽ മറവ് ചെയ്യൽ കറാഹത്താണ് എന്ന അഭിപ്രായം അനുസരിച്ച് പറഞ്ഞതായിരിക്കാം അത്. വീട്ടിൽ മറവ് ചെയ്യൽ കറാഹത്താണ് എന്ന അഭിപ്രായം അനുസരിച്ച് പറഞ്ഞതായിരിക്കാം അത്. കാരണം എന്താ? ഒരു കാര്യം കറാഹത്താണ്. ആ കറാഹത്തായ കാര്യം ചെയ്യാൻ വേണ്ടി ഒരാൾ വസിയത്ത് ചെയ്ത് നിൽക്കുക, എന്നാൽ ആ വസിയത്ത് നടപ്പിലാക്കാൻ പാടില്ല. എന്നാൽ ആ വസിയത്ത് നടപ്പിലാക്കരുത്. ഒരു കാര്യം കറാഹത്താണ്, ആ കറാഹത്തായ കാര്യം ചെയ്യണം എന്നാണ് ഒരാൾ മരിക്കുമ്പോൾ വസിയത്ത് ചെയ്യണത്. എന്നാൽ അയാളുടെ വസിയത്ത് നടപ്പിലാക്കേണ്ടതില്ല. അപ്പൊ ഒരാൾ എന്ത് ചെയ്ത് മരിക്കുമ്പോൾ വസിയത്ത് ചെയ്ത് എന്റെ വീട്ടിൽ എന്നെ മറവ് ചെയ്യണമെന്ന്, എന്നാൽ ആ വീട്ടിൽ മറവ് ചെയ്യൽ കറാഹത്താണ് എന്ന അഭിപ്രായം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റൂല? അയാളുടെ വസിയത്ത് നടപ്പിലാക്കാൻ പറ്റൂല. പക്ഷേ വലൈസ കദാലിക, അപ്രകാരം അല്ല ഉള്ളത്. വീട്ടിൽ മറവ് ചെയ്യൽ കറാഹത്തല്ല എന്നുള്ളതാണ് മുഅ്തമദായ അഭിപ്രായം. മനസ്സിലായത്? അതാ പറഞ്ഞത്. പിന്നെ ഇത് പറഞ്ഞു കേട്ടിട്ട് ഇയാൾ മണ്ടരുത് പറഞ്ഞത് ഇസ്ലായി. വീട്ടിൽ മറവ് ചെയ്യൽ കറാഹത്താണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ അഭിപ്രായം അനുസരിച്ച് ഒരാൾ വസിയത്ത് ചെയ്തു നിൽക്കുക, വീട്ടിൽ മറവ് ചെയ്യണമെന്ന്, എന്നാൽ അത് നടപ്പിലാക്കാൻ പറ്റൂല. കാരണം കറാഹത്ത് കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കരുത്, ആ വസിയത്ത് നടപ്പിലാക്കരുത്. പക്ഷെ വീട്ടിൽ മറവ് ചെയ്യൽ കറാഹത്തില്ല. വലൈസ കദാലിക, വീട്ടിൽ മറവ് ചെയ്യൽ കറാഹത്തില്ല, കറാഹത്ത് ഉണ്ട് എന്നുള്ള കാര്യം ശരിയല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മറവ് ചെയ്തിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. എന്നാൽ അത് നബിമാര് മരിച്ചാലല്ലേ, നബിമാര് വഫാത്തായാൽ അവർ എവിടെയാണോ മരിച്ചത് അവിടെ മറവ് ചെയ്യണം എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറവ് ചെയ്തതോ അവിടെയുള്ളോ, റളിയല്ലാഹു അൻഹു മറവ് ചെയ്തതോ അവിടെയുള്ളോ. അപ്പൊ വീട്ടിൽ അതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ മറവ് ചെയ്യൽ കറാഹത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ വസിയത്ത് ചെയ്ത് നിൽക്കുക, വീട്ടിൽ മറവ് ചെയ്യണം വസിയത്ത് ചെയ്താൽ അത് നടപ്പിലാക്കാം. അത്
അപ്പൊ മനസ്സിലായല്ലേ? ഇസ്ലാഹിക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. എല്ലാവർക്കും മനസ്സിലായ വിഷയം ഞാനീ പറഞ്ഞത് വേർതിരിച്ച് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലാക്കണം. അപ്പോ പിന്നെന്താണ് ഖൗലുഹു പൂർണ്ണമായും നശിച്ചതിന് ശേഷം അല്ലേ? അതാണ് പറഞ്ഞത്. മയ്യിത്ത് പൂർണ്ണമായി നശിച്ചതിന് ശേഷം മറവ് ചെയ്യൽ മാന്തുന്നത് കൊണ്ട് വിരോധമില്ല. അതിനു മുമ്പ് മാന്തൽ ഹറാമാണെന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് പറയാണ്. ഖൗലുഹു ബിലാഇ ജമീഇഹി മുതഅല്ലിഖുൻ ബിയഹ്റുമു ഐ യഹ്റുമുൽ ഇദ്ഖാലുൽ മദ്കൂറു. ഒരു മയ്യിത്തിനെ വേറൊരു ഖബറിലേക്ക് പ്രവേശിപ്പിക്കൽ ഹറാമാകും. ഖബല ബിലാഇ ജമീഇൽ മയ്യിത്തില്ലത്തി ഫിൽ ഖബരി. ആ ഖബറിലുള്ള ആ മയ്യിത്ത് പൂർണ്ണമായി നശിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിനെ കുറിച്ച് പറയാണ്. ഇനി ആ വാക്കിനെ കുറിച്ച് പറയാണ്. ആ വാക്കിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ആ പിന്നെ വാക്കുണ്ടല്ലോ അതെന്ത് ചെയ്ത് മനസ്സിലാക്കി തരുന്നുണ്ട്. ജവാസൻ നബ്ഷി മാന്തൽ ജായിസാണ് ബഅദ ബിലാഇ ജമീഇഹി. ആ മയ്യിത്ത് പൂർണ്ണമായി നശിച്ചതിന് ശേഷം മാന്തൽ ജായിസാണ് എന്ന കാര്യം മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി നോക്കിക്കോളി. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു ഭൂമിയുടെ പിന്നെ കിടപ്പിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ പറഞ്ഞു ഖബറിൽ ആ മയ്യിത്ത് പൂർണ്ണമായി നശിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. ആ മയ്യിത്ത് പൂർണ്ണമായി നശിച്ച് മണ്ണായിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ അത് മാന്തൽ ജായിസാണ്. എന്നിട്ട് അവിടെ വേറെ മറവ് ചെയ്യൽ ജായിസാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ വയുസ്തസ്ന ഖബ്റു ആലിമിൻ മശ്ഹൂരിൻ ഔ വലിയിൻ മശ്ഹൂരിൻ. ഈ വിഷയത്തിൽ നിന്ന് മഷ്ഹൂറായ ആലിമിനെയും മഷ്ഹൂറായ വലിയിനെയും ഒഴിവാക്കപ്പെടും. കണ്ടില്ല അപ്പൊ ഇസ്ലാഹി അല്ലേ? ഈ വിഷയത്തിൽ നിന്ന് ആരൊഴിവാക്കപ്പെടും? മഷ്ഹൂറായ ആലിമ് അതുപോലെ തന്നെ മഷ്ഹൂറായ വലി അവരുടെ ഖബർ ഒഴിവാക്കപ്പെടും. അത് ഭൂമിയെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആള് പറഞ്ഞു ഇപ്പൊ നശിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. എന്നാലും മാന്താൻ പാടില്ല. എന്താ കാരണം? അത് 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 തഅലീമുണ്ട്. അത് തഅലീമിനെതിരാണ്. അതവിടെ തഅലീം ബഹുമാനത്തിനെതിരാണ്. അതുകൊണ്ട് മാന്താൻ പാടില്ല. അപ്പൊ അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാഹിയെ. എല്ലാം വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ശരി. അപ്പൊ സ്ത്രീക്ക് വസിയത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണല്ലേ ഇവിടെ ചോദ്യം. വസിയത്ത് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെണ്ട? എപ്പോൾ വസിയത്ത്? രണ്ടാളും പിന്നെ ഒന്നിച്ചാവുമ്പോ പറ്റൂല എന്ന് പറഞ്ഞല്ലേ? ആ ഭർത്താവിന്റെ മയ്യിത്ത് പൂർണ്ണമായും നശിച്ച് അത് പൂർണ്ണമായും മണ്ണായിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യാ? പിന്നെ അവിടെ അത് മാന്തല ഹറാമില്ല. പിന്നെ മാന്തുന്നത് കൊണ്ട് വിരോധമില്ല. അവിടെ മറവ് ചെയ്യുന്നതുകൊണ്ട് വേറെ വിരോധമില്ല. അങ്ങനെയാണെങ്കിൽ പറ്റും. അല്ലെങ്കിൽ പറ്റൂല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹനഫി മദ്ഹബിൽ ഒന്നാം ഖുതുബയിൽ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ നിർബന്ധം ഇല്ലേ? ഹനഫി മദ്ഹബിൽ ഒന്നാം ഖുതുബയിലല്ല, രണ്ടാം ഖുതുബ ഒരു പിന്നെ വസിയത്ത് ഖുതുബയിലും ഒന്നാം ഖുതുബയിലാവട്ടെ രണ്ടാം ഖുതുബയിലാവട്ടെ ഹനഫി മദ്ഹബിൽ തഖ്വ കൊണ്ടുള്ള വസിയത്ത് നിർബന്ധമേ ഇല്ല. ഹനഫി മദ്ഹബിൽ എന്തെങ്കിലും ഒരു ദിക്റായാലും മതിയെന്നാണ്. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ദിക്റായാലും മതി ഹനഫി മദ്ഹബിൽ. പിന്നെ ഖുതുബ തഖ്വ കൊണ്ടുള്ള വസിയത്തോ അല്ലെങ്കിൽ ഹംദോ അല്ലെങ്കിൽ സ്വലാത്തോ ഇതൊന്നും നിർബന്ധമില്ല ഹനഫി മദ്ഹബിൽ ഖുതുബയിൽ. അപ്പോ ഹനഫി മദ്ഹബിൽ ഒന്നാം ഖുതുബയിൽ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ നിർബന്ധമില്ലേ? ഇവിടെ ഹനഫി പള്ളികളിലൊക്കെ രണ്ടാം ഖുതുബയിൽ മാത്രമാണ് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്. അത് പറഞ്ഞല്ലോ. ഒരു ഖുതുബയിലും തഖ്വ കൊണ്ട് വസിയത്ത് നിർബന്ധമില്ല. ഹനഫി മദ്ഹബിൽ സുന്നത്താണ്, അവർക്ക് നിർബന്ധമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നാളെ നാട്ടിൽ പോവുകയാണ്. മകളുടെ കല്യാണമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കല്യാണമൊക്കെ റാഹത്താക്കി തരട്ടെ. നിങ്ങളുടെ യാത്രയും റാഹത്താക്കി തരട്ടെ. കല്യാണമൊക്കെ വളരെ ഭംഗിയാക്കി തരികയും അവരുടെ കുടുംബജീവിതം അല്ലാഹു വളരെ റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഉപ്പയുടെ ആണ്ട് ആണ് ഈ മാസം. ഉസ്താദ് ക്ലാസ് റൂമിൽ
ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഉപ്പ ചെയ്ത സ്വാലിഹ് അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുകയും ഉപ്പയുടെ അടുക്കൽ നിന്ന് വല്ല തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുകയും അങ്ങനെ ഉപ്പാന്റെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഇതൊക്കെ നമ്മുടെ ഈ സുന്നത്തമാത്തിന്റെ ആളുകളുടെ അടുക്കൽ നിന്ന് വരുന്ന ഒരു വിഷയമാണല്ലോ. ഉപ്പ മരിച്ചാല് അപ്പാനെ കുറിച്ചുള്ള ചിന്ത, പടച്ചോനെ എന്റെ ഉപ്പാക്ക് പൊറുക്കണല്ലോ, എന്റെ ഉപ്പാക്ക് ഖബറിൽ വിഷമമുണ്ടാകരുതല്ലോ, എന്നിട്ട് സ്വന്തം ദുആ ചെയ്യുക, ഖബർ സിയാറത്ത് ചെയ്തിട്ട് അങ്ങനെ ദുആ ചെയ്യുക, മറ്റുള്ള ആളുകളോട് എന്റെ ഉപ്പാന്റെ കാര്യങ്ങൾ ദുആരക്കണ്ടോ എന്ന് പറയുക, മദ്രസയിലും പള്ളിയിലൊക്കെ ഉള്ള പരിപാടി ഉപ്പാന്റെ മഗ്ഫിറത്തിന് വേണ്ടി 1000 റുപ്യ നിങ്ങൾ അല്ലേ നമ്മളെ അടുക്കള അതൊക്കെ കാണുള്ളൂ. മറ്റൊരു മുജാഹിദുകളെ കാണും അങ്ങനെ ഇല്ല. ആ സാധു മരിച്ചു പോയ ഓന്റെ ഗതികേട് പിന്നെ പറയല്ലേ അല്ലേ. ഇതാണ് നമ്മൾ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ദുആ ചെയ്യുന്നു, ഇടക്കൊക്കെ പിന്നെ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ഉപ്പാന്റെ മഗ്ഫിറത്തിന് വേണ്ടി. അതുപോലെ മറ്റുള്ള ആളുകളെ കൊണ്ട് ദുആ ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ മദ്രസ പള്ളികളെ പോലത്തെ വഅദ് പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എത്ര നമ്മൾ കേൾക്കാറുണ്ടല്ലോ. മരിച്ചുപോയ ഉപ്പയുടെ മഗ്ഫിറത്തിന് വേണ്ടി, മരിച്ചുപോയ ഉമ്മയുടെ പരലോകത്തിന് വേണ്ടി എന്നൊക്കെ, മകൻ ഇത്ര റുപ്യ എന്നൊക്കെ. അങ്ങനെ ഉപ്പാനി ഉമ്മാനി ഓർക്കുകയും അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി അവരുടെ പരലോക സുഖത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ആ മാതാപിതാക്കൾക്കും അതിന് കുറച്ചൊരു ഭാഗ്യായി. കുരുത്തുള്ള മക്കളുണ്ടാണല്ലോ, എന്നാലേ അപ്പൊ അതൊക്കെ കിട്ടുള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം. ഇഖാമ കഴിഞ്ഞു, ഫൈൻ അടയ്ക്കേണ്ട അവസ്ഥയിൽ ആണ്. കഫീൽ ആദ്യം തഹ്ലീൽ തരാം എന്ന് പറഞ്ഞു. തഹ്വീലാണല്ലേ, ഞങ്ങൾ ഇവിടൊക്കെ തനാസുൽ എന്നാ പറയാറ്. തഹ്വീൽ ചേഞ്ച് ചെയ്യാൻ കിട്ടില്ലേ. തരാം എന്ന് പറഞ്ഞു. എനിക്കൊന്നും തരാൻ ഇല്ല എന്ന് കോടതി പേപ്പർ കൊണ്ടുവന്നാൽ എല്ലാം വാങ്ങിയ ശേഷം ഇപ്പോൾ വാക്ക് മാറി. അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു ഷുഊനിൽ പരാതിപ്പെട്ടിരിക്കുകയാണ്. ആകെ വിഷമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമവും തീർത്തു തരട്ടെ. എല്ലാ വക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റി അല്ലാഹു റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആ വിഷയം അല്ലാഹു നല്ല ഖൈറായ രീതിയിൽ, സന്തോഷകരമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരട്ടെ നിങ്ങൾക്ക്. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പൊ മരിച്ചു കഴിഞ്ഞാലും കഴിവ് നശിക്കാത്ത സമസ്തയുടെ ഒരു ഔലിയയും ഇങ്ങനെ ഗ്രൂപ്പായി അത് നേരത്തെ പറഞ്ഞല്ലോ, മറുപടി പറഞ്ഞല്ലോ. ഇസ്ലാഹി കിതാബിന്റെ ഇബാത്തിന്റെ വായിച്ചിട്ട് മറുപടി പറഞ്ഞില്ലേ. അസ്സലാമു അലൈക്കും വലൈക്കും സലാം റഹ്മത്തുള്ളാഹി. മോന് സുഖമില്ല, ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണ ശിഫയും അല്ലാഹുവിന്റെ ത്വാഅത്തിലെ സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടി ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനും ദീനിനും കുടുംബത്തിനും ഉപകാരം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഹറാം ആകുന്നത് മറവ് ചെയ്യപ്പെടുന്ന നാട്ടുകാർക്ക് ആയിരിക്കുമല്ലേ. കറാഹക്ക് അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. എന്താണ് ഖബറാളിക്ക്? ഇല്ലില്ല, ഖബറാളിക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഖബറാളിക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് ആ മയ്യത്തിന്റെ ഹുർമത്തുണ്ടല്ലോ. ഒരാൾ മരിച്ചാൽ ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യൻ എന്ന ആൾക്ക് ഒരു ഹുർമത്തുണ്ട്, മുസ്ലിം ആൾക്കുള്ള ഹുർമത്തുണ്ട്, എന്തെല്ലാം നിലക്കുള്ള ഹുർമത്തുണ്ട്. ജീവനുള്ള ആൾ ജീവനില്ല നിൽക്കുക, എന്നാലും അതിൻ്റെതായ ഹുർമത്ത് പിന്നെ പാലിക്കണം. ഇനി മുസ്ലിം അല്ല നിൽക്കുക, എന്നാലും അതിൻ്റെതായ ഹുർമത്ത് പാലിക്കണം. മുസ്ലിം ആണെങ്കിലോ എല്ലാ വക ഹുർമത്തുകളും പാലിക്കുകയും വേണം. അപ്പൊ അതാണ് അത് ആ മയ്യത്തിനോടുള്ള ഹുർമത്ത്, അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അതിനൊക്കെ പല നിയമങ്ങളുള്ളത്. പിന്നെ എന്റെ ഉപ്പയും ഉമ്മയും ഉമ്മാന്റെ അനിയത്തിമാർ 2 പേരും അടുത്ത ഒന്നിന് ഉംറക്ക് വരുന്നുണ്ട്. ഉപ്പയും ഉമ്മയും ഇളയമയും റബീഉൽ ആഖിർ അറബി മാസം അസുഖക്കാരാണ്. അവരുടെ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആഫിയത്തോടെ ഉംറയും
മദീന സിയാറത്തും ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ യാത്രക്ക് റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നല്ല സെഹത്തോടു കൂടി ആഫിയത്തോടു കൂടി എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷകരമായ രീതിയിൽ എല്ലാ അമലും ചെയ്യാൻ അവർക്ക് അള്ളാഹു കഴിവ് നൽകട്ടെ, തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാ അമലുകളും നല്ല ഭംഗിയായ രീതിയിൽ ചെയ്യുവാനും എന്നിട്ട് നല്ല വിഷമവും ബുദ്ധിമുട്ടൊന്നും കൂടാതെ നാട്ടിലേക്ക് തിരിച്ചു ചെന്ന് സന്തോഷകരമായി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ അള്ളാഹു ഒരുക്കി കൊടുക്കട്ടെ. അവരുടെ അമലൊക്കെ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി ഉസ്താദെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം ആടുമോ? ഇപ്പൊ പുതിയത് വന്നത് ആടിയിരുന്നൊക്കെ പറയുന്നില്ലേ, ഇവിടെ കുരുവട്ടൂരിൽ ആടിയിരുന്നൊക്കെ പറയുന്നുണ്ട്. ആടിനോണ്ട് വിരോധം നമ്മുടെ മുടി ആടുമല്ലോ, റസൂലുള്ളാഹിന്റെ മാത്രമല്ലല്ലോ അല്ലേ. നമ്മുടെ മുടിയും തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ച് നിൽക്കുക, അപ്പോൾ കാറ്റ് വന്നാലും അത് ആടും. അല്ലെങ്കിൽ ഫാൻ ഇട്ട് നിൽക്കുക, അപ്പോൾ റസൂലുള്ളാഹിന്റെ മുടി മാത്രമല്ല നമ്മുടെയൊക്കെ മുടി ആടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിന്റെ പ്രത്യേകത ആടലൊന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ആണ് എന്ന് ഉറപ്പിക്കാനുള്ള മാർഗങ്ങൾ ആടലും ആടാതിരിക്കലല്ല. പിന്നെയോ ഇനി ആടി നിൽക്കുക, ആടിയത് കൊണ്ട് റസൂലുള്ളാഹിന്റെ മുടി ആവാതിരിക്കൂല, ആടാത്തത് കൊണ്ട് റസൂലുള്ളാഹിന്റെ മുടി ആവാതിരിക്കൂല. റസൂലുള്ളാഹിന്റെ മുടി ആവണം എന്നുണ്ടെങ്കിൽ അതിന് നിബന്ധനകൾ വേറെയാണ്. അതിന് നിഴലുണ്ടാവാതിരിക്കുക, അത് കത്തിച്ചാൽ കത്താതിരിക്കുക, ഈച്ചപ്രാണികൾ ഇരിക്കാതിരിക്കുക. ഈ 3 അടയാളവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമാണ് എന്ന് വേർതിരിച്ചറിയാനുള്ള മാർഗം. അപ്പൊ ഈ 3 കാര്യം പരിശോധിച്ച് നോക്കി, കത്തിച്ചു നോക്കി കത്തുന്നില്ല, നിഴൽ നോക്കി നിഴലില്ല, ഈച്ചപ്രാണികൾ ഇരിക്കുന്നില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ കാര്യം ബോധ്യപ്പെട്ടു. ഇനി അത് ആടി നിൽക്കുക, എന്നാലും ആടിയാലും റസൂലുള്ളാഹിന്റെ മുടി തന്നെയാണ്. ഇനി ആടിയില്ല നിൽക്കുക, എന്നാലും റസൂലുള്ളാഹിന്റെ മുടി തന്നെയാണ്. പിന്നെ ജവാഹിറിൽ മറ്റേ യൂസുഫ് നബഹാനി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെന്തല്ലേ, യൂസുഫ് നബഹാനി പറഞ്ഞിട്ടുണ്ട്, നാബൽസി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചില ആരൊക്കെ പറഞ്ഞിട്ട്. യൂസുഫ് നബഹാനിയും പറഞ്ഞിട്ടില്ല, നാബൽസിയും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെങ്കിൽ അതിങ്ങനെ സലാത്ത് ചെല്ലുമ്പോ അങ്ങനെ ആടും എന്ന് പറഞ്ഞിട്ടില്ല. ഒരാള് പറഞ്ഞു, എന്ത്, അദ്ദേഹം മക്കയിൽ ഒരു കഥ പറഞ്ഞാണ് അല്ലേ, അത് നാബൽസിയിട്ട് ഒരു കഥ പറഞ്ഞതാണ്, ഒരു സംഭവം വിരിക്കാണ്. അദ്ദേഹം മക്കയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഇന്ത്യക്കാരനായ ഒരാള് പറഞ്ഞു, ആ ഇന്ത്യക്കാരനായ ആളോട് അയാളുടെ ഒരു സ്നേഹിതൻ പറഞ്ഞു, എന്ത്, ഞാൻ ഒരാളെടുത്ത് റസൂലുള്ളാഹിന്റെ മുടി എന്ന് പറയപ്പെടുന്നത് കണ്ടു, അതിങ്ങനെ വളരുണ്ടത്രേ, നീളുണ്ടത്രേ എന്നൊക്കെ, ആടുണ്ടത്രേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം, അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു ആബൽസി. അതല്ല വിഷയം, അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് അതിങ്ങനെ ആടിനോട് എന്താ വിരോധം? അതിനെപ്പോ നമുക്കും പറയാനുള്ളത്, അത് ആടിനോട് വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം അത് ആടുന്നത് കൊണ്ടോ ആടാതിരിക്കുന്നത് കൊണ്ടോ നീളുന്നത് കൊണ്ടോ നീളാതിരിക്കുന്നത് കൊണ്ടോ വിരോധമില്ല. അതുകൊണ്ടും ഒന്നും അത് റസൂലുള്ളാഹിന്റേതാണെന്ന് സ്ഥിരപ്പെടൂല. റസൂലുള്ളാഹിന്റേതാണെന്ന് സ്ഥിരപ്പെടാനുള്ള മാർഗം കത്തിച്ചാൽ കത്താതിരിക്കുക, നേലില്ലാതിരിക്കുക, ഈച്ചപ്രാണികൾ ഇരിക്കാതിരിക്കുക. ഇതാണ്. ഇത് ബഹുമാനപ്പെട്ട ഉലമാക്കൾ അവരുടെ കിതാബിൽ പറഞ്ഞതാണ്. ഏത്, അത് തിരിച്ചറിയാനുള്ള മാർഗം അതാണ് എന്ന്. എന്നാൽ റസൂലുള്ളാഹിന്റേതാണ് തിരിച്ചറിയാനുള്ള മാർഗം ആടലാകുന്നു നീളലാകുന്നു എന്ന് ഒരാളും ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. ഇതാണെങ്കിലോ പറഞ്ഞിട്ടുണ്ടേന്ന്. ഏത്, വഅന്നഹു ഇദാ മശാ ഫിശ്ശംസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെയിലത്ത് നടന്നാൽ, ഔ ഫിൽ ഖമരി, അതിൽ നല്ല നിഴലുള്ള സമയത്ത് റസൂൽ നടന്നാൽ, നല്ല നിലാവുള്ള സമയത്ത്, നല്ല വെയിലുള്ള സമയത്തോ അല്ലെങ്കിൽ നിലാവുള്ള സമയത്തോ റസൂൽ നടന്നാൽ, ലാ യകൂനു ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ളില്ലുൻ, റസൂലുള്ളാഹിക്ക് നിഴൽ ഉണ്ടാവുകയില്ല. ലിഅന്നഹു കാന നൂറൻ, കാരണം റസൂൽ പ്രകാശമായിരുന്നു, പ്രകാശത്തിന് നിഴലുണ്ടാവുമല്ലോ. വഅന്നഹു ഇദാ വഖഅ ശൈഉൻ മിൻ ശഅരിഹി ഫിന്നാരി, റസൂലുള്ളാഹിന്റെ തിരുകേശത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തീയിൽ വീണാൽ ലാ യഹ്തരിഖു, അത് കത്തുകയില്ല. ഇത് സീറത്തുൽ ഹലബിയിലുള്ള വിഷയമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണ് എന്ന് അറിയാനുള്ള മാർഗം ബഹുമാനപ്പെട്ട ഉലമാകളുടെ കിതാബിൽ പറഞ്ഞത് ഇതൊക്കെയാണ്. അതേസമയത്ത് ആടിയാ റസൂലുള്ളാഹിന്റെ മുടിയാണ്, ആടിയില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. നീണ്ടാ റസൂലുള്ളാഹിന്റെ മുടിയാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെതല്ല എന്നാരും പറഞ്ഞിട്ടില്ല. അതോടുകൂടി ഇത് ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. കത്തിച്ചാ കത്താത്ത മുടിയാണ്, പിന്നെ നേരില്ലാത്ത മുടിയാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ തിരുകേശത്തിന്റെ സ്വഭാവമുള്ളൊരു മുടിയാണ്. ആ മുടി എന്ത് ചെയ്യുന്നു, ആടുന്നു നിൽക്കുക, ആയിക്കോട്ടെ, വിരോധമില്ല. അല്ലെങ്കിൽ ആടുന്നില്ല എന്നാലും വിരോധമില്ല, നീളുന്നു എന്നാലും വിരോധമില്ല, നീളുന്നില്ല എന്നാലും വിരോധമില്ല. അപ്പൊ നിങ്ങൾക്ക് നല്ല ഇതായിരുന്നു അല്ലേ. ഏതായാലും ഇപ്പൊ അയാൾക്ക് അവിടെ വന്നതാണ്, എന്റെ ഷെയ്ഖന്റെ അവിടെ വന്നതാണ്. ആ ഷെയ്ഖ് പലതരം ആസാറുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു മുടിയും, ഹസൻ റളിയല്ലാഹു മുടിയും, ഫാത്തിമ ബീവിന്റെ എന്തൊക്കെയാണാവോ, പിന്നെ അതും മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ തിരുകേശവും,
റസൂലുള്ളാഹിന്റെ മുടിയും താടിമലത്തെ മുടിയും എന്തൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന. പിന്നെ അപ്പൊ റസൂലുള്ളാഹിന്റെ സ്ഥിരപ്പെടുത്താൻ ഇതൊന്നും തെളിയിച്ചു കൊടുത്തിയാൽ മതിയായിരുന്നു. എന്ത് ഒന്ന് കത്തിച്ച് കാണിച്ചു കൊടുക്കുക, നേരിലില്ലാന്ന ആളുകൾക്കൊന്ന് സ്ഥിരപ്പെടുത്തി കൊടുക്കുക, അല്ലെ? അങ്ങനെ അതൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ ARCKP-ന്റെ വെല്ലുവിളി അല്ലെ പറഞ്ഞത് ഫാത്തിഹ ഓത അറിയില്ല, അങ്ങനെ തന്നെ. ഇപ്പൊ ഫാത്തിഹ ഓതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരത്തെ വാട്സപ്പിൽ ആരോ സംസാരിക്കാൻ കേട്ടു, ഫാത്തിഹ ഓതിയില്ലേ? ഫാത്തിഹ ഒക്കെ ഓതിയിട്ടുണ്ട് നമ്മൾ, കേട്ട ഫാത്തിഹ വളരെ ഉഷാറാണല്ലേ. തന്റെ ഉസ്താദും ഷെയ്ഖുമായ എന്നൊക്കെ പറഞ്ഞ ആ ഷെയ്ഖിനും ഉസ്താദിനൊക്കെ പറ്റിയ ഫാത്തിഹ തന്നെയാണ്. പോട്ടെ ഉസ്താദെ, പോട്ടെ അല്ലേ? എന്താണ് ഉസ്താദെ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ദുബായിലെ ക്ലീനിങ് ദുബായിലെ ഗവൺമെന്റ് ഓഫീസിലേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ക്ലീനിങ് കമ്പനിയിൽ കുറെ ബംഗാളികളെ 900 ദിർഹം ശമ്പളത്തിന് കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുന്നു. പക്ഷെ ആ കമ്പനിക്ക് ഗവൺമെന്റിൽ നിന്ന് 1500 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഹറാമാണ്. ഹറാമല്ലാന്നാ ഈ ആളുകൾ എന്ത് ചെയ്യാ, ജോലിക്ക് കൊടുക്കുക. അത് ഇതിനു മുമ്പ് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തതാണ്. അത് വിരോധമില്ലാന്നാ. കാരണം ഇവരും പിന്നെ ഈ കമ്പനിയുടെ ഉടമസ്ഥനും ഈ തൊഴിലാളിയും തമ്മിലുള്ള കരാറുണ്ട്. ആ കരാറ് പാലിക്കണം. ആ തൊഴിലാളി എന്താ പറഞ്ഞത്? ആ കമ്പനിന്റെ ഉടമസ്ഥൻ തൊഴിലാളിയോട് പറയുന്നു, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരേക്കും ഞങ്ങളുടെ കമ്പനിയിൽ നീ ജോലി ചെയ്യുക, എന്നാൽ നിനക്ക് ഇത്ര റുപ്യ ശമ്പളം തരും. അത് ആ കരാറാണ്. ആ കരാറ് കൊണ്ട് പിന്നെ ആ കരാർ ലംഘിച്ചിക്കാൻ മതി കമ്പനി. ഇനി കമ്പനിയും മറ്റേ ആ കമ്പനിക്ക് ജോലി കൊടുത്തവരും തമ്മിൽ വേറെ കരാറുണ്ടല്ലേ, ഇത്ര റുപ്യ ഒരാൾക്ക് ഇത്ര റുപ്യ വെച്ച് തരാം. അതുകൊണ്ട് വിരോധമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, ഈ കമ്പനിക്ക് വേറെ കുറെ ചെലവുണ്ടേ. കമ്പനിക്ക് ആ വിസ എടുക്കണം, ആ വ്യക്തിക്ക് വിസ എടുക്കണം, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് മെഡിക്കൽ, അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കുക പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ പല പരിപാടികളും കമ്പനിക്കും ഉണ്ട്. ഈ ജോലി ചെയ്യിപ്പിക്കുന്ന ആളുകളുണ്ടല്ല, ആ ഓഫീസുകളോ മറ്റോ, അവർ ഇയാളെ കുറിച്ച് ഒന്നും അറിയില്ല അതാണ്. അപ്പൊ അതുകൊണ്ട് വിരോധമില്ല. നമ്മൾ മുമ്പ് പല പ്രാവശ്യം ചർച്ച ചെയ്ത വിഷയമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സൂറത്തു തൗബ ഓതുമ്പോൾ ഇടക്ക് ബിസ്മി ചൊല്ലൽ സുന്നത്തില്ല. അതാണ് ബിസ്മി ചൊല്ലൽ സുന്നത്തില്ല. ബിസ്മി ചെല്ലാതിരിക്കലാണ് നല്ലത്. ബിസ്മി ചൊല്ലൽ ഹറാമൊന്നല്ല. സൂറത്തിന്റെ ആദ്യത്തിലോ ഇടയിലോ ബിസ്മി ചൊല്ലൽ ഹറാമൊന്നല്ല. ബിസ്മി ചൊല്ലൽ സുന്നത്തില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഉസ്താദെ, സ്വപ്നസ്ഖലനം ഉണ്ടായ തുണി ഉടുത്ത് നിസ്കരിക്കാം. ഇന്ദ്രിയം നജസല്ല. ഇനി സ്വപ്നസ്ഖലനമാവട്ടെ അല്ലാത്ത സ്ഖലനമാവട്ടെ എങ്ങനെയാണ് ശരി, ഇന്ദ്രിയം പിന്നെ വസ്ത്രത്തിലായാൽ ആ വസ്ത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കാം. കാരണം ഇന്ദ്രിയം നജസ് അല്ല. ജുമഅയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ആദ്യ ബാങ്കിന് ശേഷം ആണോ? ആദ്യ ബാങ്കിന് ഒരു വഖത്താവണം. ആദ്യ ബാങ്ക് ഇവിടെ യുഎനെ സംബന്ധിച്ചിടത്തോളൊക്കെ ഈ ആദ്യ ബാങ്ക് എന്ന് പറഞ്ഞാല് വഖത്തിന്റെ മുമ്പാണ്, ളുഹറിന്റെ വഖത്തിന്റെ മുമ്പാണ്. ളുഹറിന്റെ വഖത്തിന് മുമ്പുള്ള ബാങ്കിന്റെ ശേഷം ജുമഅന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുകയില്ല. നേരെ നമ്മുടെ നാട്ടിലൊക്കെ ആദ്യ ബാങ്ക് എപ്പോഴാണ് കൊടുക്കല്? വഖത്തായതിനു ശേഷമാണല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇമാം മിമ്പറിൽ കയറിയതിനു ശേഷമുള്ള മറ്റേ രണ്ടാമത്തെ ബാങ്ക്. അപ്പൊ പറ്റും. അപ്പൊ ജുമാന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കാരത്തിന് ളുഹറിന്റെ മുമ്പത്തെ സുന്നത്തിന്റെ അതേ വിധി തന്നെയാണ്. ളുഹറിന്റെ മുമ്പത്തെ സുന്നത്ത് തന്നെയാണ് ജുമാന്റെ മുമ്പത്തെ സുന്നത്തും. അപ്പൊ ളുഹറിന്റെ സമയമാവണം, അതിനുശേഷമേ ജുമാന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന്റെ സമയം കടക്കുള്ളൂ. പിന്നെ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലൻ വലാ ഖവാലന എന്ന ബൈത്ത് ജുമഅയുടെ മുമ്പോ ശേഷമോ ആണോ ചെല്ലേണ്ടത്? പഠിച്ചോൻ അത് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എനിക്കറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലൻ വലാ ഖവാലന അൽ ജഹീമി എന്ന ബൈത്ത് ജുമഅന്റെ മുമ്പാണോ ശേഷമാണോ ചെല്ലുന്നത്? അങ്ങനെ ഉണ്ടാ, ഞാൻ അറിയില്ലട്ടാ. ജുമഅന്റെ ദിവസത്ത് പ്രത്യേകമായ സുന്നത്തുള്ള ഒരു ബൈത്തായിട്ട് എനിക്കറിയില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ബ്യൂട്ടി പാർലർ നടത്താമോ? ബ്യൂട്ടി പാർലർ നടത്തുക ചെയ്യാം, വിരോധമില്ല. അതിൽ ഹറാമായ കാര്യങ്ങളില്ല, ഞാൻ മതി. ബ്യൂട്ടി പാർലറാണ്, അതിൽ ചെയ്യുന്ന എന്താണ്?
ഹലാലായ കാര്യങ്ങളാണ് ചെയ്യണത്. ആണുങ്ങളെ ഭംഗിയാക്കി കൊടുക്കുന്നത്. പുരികം വെട്ടുക പോലെയുള്ള ഹറാമായ കാര്യങ്ങളും പച്ച കുത്തുക, പുരികം വെട്ടുക പോലത്തെ ഹറാമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഹലാലായ കാര്യങ്ങൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതുപോലെ സ്ത്രീകളെ ഭംഗിയാക്കാൻ സ്ത്രീകളായ ജോലിക്കാരാണ്. അവരും തന്നെ പുരികം വെട്ടുക പോലെയുള്ള പിന്നെ പച്ച കുത്തുക പോലെയുള്ള പിന്നെ ഹറാമായ കാര്യങ്ങളും അവരും ചെയ്യുന്നില്ല. എന്നാൽ അത് ഹലാലാണ്. അപ്പോ ബ്യൂട്ടി പാർലർ നടത്താമോ എന്ന് ചോദിച്ചാൽ നടത്താം എന്നാണ് ഇതിന് മറുപടി. പിന്നെ അതിൽ വേറെ ഹറാമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അത് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പക്ഷെ അതേ സമയത്ത് ഇന്നത്തെ സാധാരണ ബ്യൂട്ടി പാർലറാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഹറാമ് തന്നെയാണ്. അതിൽ പലതും ഹറാമ് തന്നെയാണ്. ഓരോരോ പൊട്ടപ്പോയതേക്ക് തോന്നിങ്ങനെ. നല്ല ഭംഗിയുള്ള മനുഷ്യന്മാര് കാണല്ലേ, നല്ല അത്യാവശ്യം കാണാനുള്ള ജീവൻ ചെറുക്കൊക്കെ ഉണ്ടാവും. ആ ഐറ്റം കാണാൻ ആകെ മോശമായിട്ട് വരുന്നതാണ് അങ്ങനെ. അപ്പോ ഇത്രയും ചോദ്യങ്ങൾ തന്നെ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്